അതിഗൗരവതരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ ഗവർണർക്ക് പോലും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭരണത്തിൻ്റെ പോക്ക്. ഏറ്റവും ശ്രദ്ധേയമായത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്ന ഭരണമുന്നണിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലത്തെ സംഭവവികാസങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ കേരളത്തിൽ നടക്കുന്നത് ഇരട്ട നീതിയാണ്. CPM ഒരു നീതി, CPM അതിനോടനുബന്ധിച്ചുള്ളൊരു നീതി, CPM അല്ലാത്ത ആളുകൾക്ക്, ഇടതുപക്ഷത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പോലും മറ്റൊരു രീതി, അങ്ങനെ ഒരു ഇരട്ട നീതിയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് പോവുക, ഈ മുഖ്യമന്ത്രി ഈ രണ്ട് സംഭവം നമ്മളൊന്ന് മനസ്സിൽ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലീസ് സംവിധാനങ്ങൾ, ആരെങ്കിലും പ്രതിഷേധിക്കുമെന്ന് തോന്നിയാൽ പോലും അവരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കൊട്ടാരക്കര കണ്ടതാണ്. ഒരു മാർക്കറ്റിൽ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കറുത്ത ഡ്രസ്സ് ധരിച്ചു കൊണ്ടുപോയ ഒരു യുവതിയെ വൈകിട്ട് 5:30 മണി വരെ 6 മണി വരെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് ഇരുത്തി. യാതൊരു തെറ്റും ചെയ്തില്ല. മുഖ്യമന്ത്രി വരുന്നെന്നോ പോകുന്നെന്നോ ഒന്നും അറിയാത്ത ആ സ്ത്രീയെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് അവസാനം ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഈ സ്ത്രീ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രതിഷേധിക്കുമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്തൊരു രീതി. അതേസമയം കേരളത്തിൻ്റെ ഏറ്റവും പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ ഭരണഘടനാപരമായി 4ാമത്തെ പ്രോട്ടോക്കോൾ ഉള്ള ഒരു ഭരണഘടനാ അധികാരം കൈയാളുന്നൊരു വ്യക്തിയെ കേരളത്തിൽ പോലീസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഇരട്ട നീതി കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതൊരു എപ്പോഴായാലും ഒന്ന് അവസാനിപ്പിച്ച് പറ്റുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കണം. അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും CPM വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വേദി, അതിനൊരു ഒരു നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊതുജീവിതത്തിൽ തന്നെ അതിനൊരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വരമ്പ് കടക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ചും CPM ആ ഒത്താശയോടുകൂടി SFIയും നമ്മുടെ DYFI ഒക്കെ കേരളത്തിൽ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളിൽ ലംഘിക്കുകയാണ്. അപ്പോൾ ഇത് ഭൂഷണമാണോ എന്ന്, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത് തുടർന്ന് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ ഇത് വളരെ ഒരു ഭരണ പരാജയമാണ്, ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒരു കയ്യൂക്ക് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്രമം നടത്തിയോ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, നമ്മുടെ ജനാധിപത്യത്തിന് നല്ലത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് നല്ലത്. ഇവർ ചെയ്യുന്ന തെറ്റ് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, ഈ CPM അണികളും നേതാക്കന്മാരും ഒഴിഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെതിരായി അവരുടെ പ്രതിഷേധം അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.